മുത്ത് മണീസ്. അപ്പോൾ ദേ അണ്ണൻ രാത്രി വന്ന് പറയാണ് എനിക്ക് നാളെ രാവിലെ കുറച്ച് പഴങ്കഞ്ഞി കുടിക്കണമെന്നേ. അങ്ങനെ ഞാൻ നാളെ ചോറ് വെക്കണ്ടല്ലോ, ഇന്ന് കുറച്ച് ചോറ് ബാക്കിയുണ്ടല്ലോ, അത് നാളെ തിളപ്പിച്ചൂറ്റാന്ന് കരുതി ഇരുന്നതാണ്. അത് മുഴുവനും എടുത്ത് വെള്ളം ഒഴിച്ചിട്ടു. ഞാൻ പറഞ്ഞ അണ്ണന് വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിടാൻ പറഞ്ഞപ്പോൾ അണ്ണൻ പറഞ്ഞ് വേണ്ട, എല്ലാവർക്കും കുടിക്കണ്ടേന്നേ. അങ്ങനെ പഴങ്കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടു. പിറ്റേന്ന് രാവിലെ ഞാൻ ദേ മുളകുടച്ചു. അതിൻ്റെ കൂടെ രാവിലെ കുറച്ച് ചീനിയൂടെ വേവിച്ചു കേട്ടോ. ആഗ്രഹങ്ങളല്ലേ, അണ്ണൻ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ കാണൂ. എൻ്റെ ആഗ്രഹങ്ങളാണ് പൈസ മുടക്കമുള്ള ആഗ്രഹങ്ങൾ, അത് അണ്ണൻ സാധിച്ച് തരാറുണ്ടല്ലോ. അപ്പോൾ ദേ അതിൻ്റെ കൂടെ ഞാൻ മുട്ട പൊരിച്ചു. പിന്നെ ഉണക്കമീൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ട തൈരും റെഡിയായി. അപ്പോൾ നമ്മുടെ പൊന്നൂസ് ദേ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയിട്ട് വന്നിട്ട് അത്തച്ചിയും മക്കളും കൂടെ പഴങ്കഞ്ഞി കുടിക്കാൻ അങ്ങ് ഇരിക്കുകയാണ്. തറയിലിരുന്ന് കുടിച്ചാൽ എല്ലാവർക്കും വട്ടത്തിലിരുന്ന് കഴിക്കാമല്ലോ. അതുമല്ല, എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു ഉരുളി എടുത്തത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരം പഴങ്കഞ്ഞിയായിരുന്നു. വല്ലപ്പോഴും കൊതിച്ചിരിക്കുമ്പോഴാണ് അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചായി.